ആറ്റുകാലമ്മേ ശരണം. നമ്മുടെ ആറ്റുകാൽ പൊങ്കാല ഈ മാർച്ച് 3-ാം തീയതിയാണ്. നേരത്തെ മുതൽ വ്രതം 9 ദിവസമെങ്കിലും വ്രതം എടുത്ത് വേണം ആറ്റുകാൽ പൊങ്കാലയ്ക്ക് നമ്മൾ പോകാനായിട്ട്. അതിന് സാധിക്കാത്തവര് ഇന്നും നാളെയും, അതായത് 3 ദിവസത്തെ എന്തെങ്കിലും നോറ്റ് പൊങ്കാല ഇടുന്നതാണ് ഉത്തമം. പൊങ്കാല ഇടുന്നത് കൂടുതലും അവിടെ സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്നത് കൊണ്ട് സ്ത്രീകൾക്കാണ് അവിടെ പ്രാധാന്യം കൂടുതൽ. ഇത് ശരിക്കും ഒരു ആത്മീയമായ കാര്യം കൂടിയാണ്. അതിന് ഒത്തിരി ആത്മീയതയുണ്ട് പൊങ്കാല ഇടുന്നതിന്. കാരണം പൊങ്കാല ഇടുന്ന ആ കലം നമ്മുടെ പൊങ്കാല അർപ്പിക്കുന്ന ഭക്തന്റെ ശരീരവും അതിലുള്ള നിവേദ്യം മനസ്സുമാണ്. അപ്പൊ ശരീരവും മനസ്സും ഒരുപോലെ ദേവിക്ക് സമർപ്പിക്കുന്ന ഒരു ചടങ്ങാണ് പൊങ്കാല. ഇത് ആറ്റുകാൽ പൊങ്കാല നമ്മൾ ആറ്റുകാൽ തന്നെ പോയി ഇടണമെന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷെ ദേവിയുടെ സമക്ഷത്ത് ഇടുമ്പോൾ അതിൻ്റെതായ കുറച്ചുകൂടി ഒരു ആത്മീയത അതിൽ വരും. അതുകൊണ്ടാണ് എല്ലാവരും പോയി ഇടുന്നത് തന്നെ. പക്ഷെ നമുക്ക് വീട്ടിലും പൊങ്കാല ഇടാം, നമ്മുടെ മനസ്സുകൊണ്ടും പൊങ്കാല ഇടാം. അതായത് ഋതുമതിയായിരിക്കുന്ന സ്ത്രീകള് പൊങ്കാല ഇടാതിരിക്കുന്നതാണ് നല്ലത്, ഇടരുതെന്നാണ്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് മനസ്സുകൊണ്ട് പൊങ്കാല ഇടാം. നമ്മൾ ദേവിയെ സ്മരിച്ചാൽ മതി. ആ സ്മരണം കൊണ്ട് തന്നെ ദേവി നമ്മളെ അനുഗ്രഹിക്കും. അപ്പൊ നമ്മുടെ എല്ലാ കാര്യങ്ങളും അഭീഷ്ട കാര്യങ്ങളും എല്ലാം സാധിച്ചു തരും. അതിന് യാതൊരു സംശയവുമില്ല. ദേവി ജഗത് ജനനിയാണ്, ജഗത് മാതാവാണ്. അപ്പൊ നമുക്ക് നമ്മുടെ അമ്മ ചെയ്തു തരുന്നത് പോലെ എല്ലാ കാര്യങ്ങളും നമുക്ക് ദേവി ചെയ്തു തരും. അപ്പൊ നമ്മള് ഭക്തിയോടുകൂടി ശ്രദ്ധയോടുകൂടി വ്രതമെടുത്ത് പൊങ്കാല ഇടുക, അതാണ് വേണ്ടത്. പൊങ്കാലയ്ക്ക് വേണ്ട ശരിക്കും നമ്മൾ ഉപയോഗിക്കേണ്ടത് മൺകലം തന്നെ ഉപയോഗിക്കണം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ പഞ്ചഭൂതാത്മകമായിട്ട് ആണ് നമ്മളിത് സമർപ്പിക്കേണ്ടത്. അപ്പൊ മണ്ണ്, അതുപോലെ തന്നെ അതിലെ ജലം നിറച്ചിട്ട് ജലമൊഴിച്ച് അതില് അരിയിട്ട് ഉണക്കലരി ഇട്ട് അതിലൂടെ അഗ്നിയിലൂടെ അതിനെ ആകാശത്തേക്ക് വിടുന്നു. അങ്ങനെ അപ്പൊ ആകാശവും അങ്ങനെ പഞ്ചഭൂതാത്മകമായിട്ടുള്ള ഒരു കർമ്മം കൂടിയാണ് പൊങ്കാലയിടല്. അത് വളരെ സന്തോഷമായിട്ടും ഭക്തിയോടുകൂടിയും നമ്മൾ നിർവഹിച്ചാൽ മാത്രമേ അതിന്റെ ഫലം കിട്ടുകയുള്ളൂ. ഇതിന്റെ ഫലം എന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ പല രീതിയിലുള്ള നിവേദ്യങ്ങൾ നമുക്ക് സമർപ്പിക്കാം. ഇപ്പോൾ ഉണക്കലരി മാത്രം വേവിച്ച്, അതായത് വെള്ളം നിവേദ്യമായിട്ട് കൊടുക്കാം. അതുപോലെ പാൽപ്പായസം നിവേദിക്കാം. അതുപോലെ ശർക്കര പായസം, അതാണ് ദേവിക്ക് ഏറ്റവും ഇഷ്ടമുള്ള നിവേദ്യം. അതുകൊണ്ട് ശർക്കര പായസം എല്ലാവരും നിവേദിക്കുക. പിന്നെ അത് കൂടാതെ മണ്ടൽപുറ്റ് എന്ന് പറയുന്ന ഒരു സമർപ്പണം കൂടിയുണ്ട്. ആ മണ്ടൽപുറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശിരോരോഗങ്ങൾക്ക് ഒക്കെ മാറുന്നതിനും അതിനു വേണ്ടിയിട്ടാണ് നമ്മളത് തലവേദനയുള്ളവര് മറ്റ് അസുഖങ്ങളൊക്കെ ഉള്ളവര് ഇത് സമർപ്പിക്കുന്നത്. അതുപോലെ തന്നെ തെരളി എന്ന് പറയുന്ന ഒരു വഴിപാട് കൂടിയുണ്ട്, നിവേദ്യം കൂടിയുണ്ട്. അപ്പൊ ആ തെരളി എന്ന് പറയാം, അതും നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം അതൊക്കെ നിവേദിച്ചാൽ മതി. അത് നിർബന്ധമൊന്നുമില്ല, നമ്മളുടെ കഴിവ് പോലെ നമ്മൾ നിവേദിക്കുക. പക്ഷെ ഇതിലേറ്റവും പ്രധാനം നമ്മുടെ മനസ്സ് നിവേദിക്കുക. അതായത് മാനസികമായിട്ട് ദേവിയെ സമർപ്പിക്കുക. അപ്പൊ മനസ്സ് ദേവിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ തന്നെ അഭീഷ്ട കാര്യങ്ങളെല്ലാം സാധിക്കും. കുടുംബത്തിന് ഐശ്വര്യമുണ്ടാകും. ഈ ഭഗവാനാണെങ്കിലും ദേവിയാണെങ്കിലും നമ്മളുടെ കുടുംബത്തെയാണ് അവർ സംരക്ഷിക്കുന്നത്. നമ്മളെ മാത്രമല്ല, നമ്മളുടെ കുടുംബത്തെ കൂടി ഒപ്പം സംരക്ഷിക്കും. അതുകൊണ്ട് പറ്റുമെങ്കിൽ എല്ലാവരും വീട്ടിൽ പൊതുവെ നോയമ്പെടുത്ത് പൊങ്കാല അർപ്പിക്കുക. ഞങ്ങളൊക്കെ പണ്ട് വീടുകളിൽ എൻ്റെ അച്ഛമ്മ ഉണ്ടായിരുന്ന സമയത്തൊക്കെ ഞങ്ങൾ വീട്ടിലാണ് പൊങ്കാല ഇടാറ്. അത് രാവിലെ കിഴക്കുവശത്ത് മെഴുകി തയ്യാറാക്കി ആ തറയിൽ അടുപ്പ് കൂട്ടി അവിടെ സൂര്യന് നേർക്ക് നിന്നുകൊണ്ട് വേണം. നമ്മൾ സൂര്യനായിട്ടാണ് പൊങ്കാല ഇടുന്നത്, സൂര്യ പൊങ്കാല എന്ന് പറയും. അപ്പൊ അങ്ങനെ അർപ്പിച്ചുകൊണ്ടിരുന്ന പൊങ്കാലകള് അതിനൊക്കെ ആറ്റുകാല് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ ദേവീക്ഷേത്രങ്ങളിലെല്ലാം തന്നെ അതൊരു ചടങ്ങായി മാറിയിട്ടുണ്ട്. അപ്പൊ അതൊന്നും നമ്മൾ നോക്കേണ്ട കാര്യമില്ല. നമുക്ക് മാനസികമായിട്ട് പോണം, ആറ്റുകാല് പോണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വ്രതമെടുക്കുക, സന്തോഷമായിട്ട് പോയി ദേവിക്ക് പൊങ്കാല അർപ്പിച്ച് സന്തോഷത്തോടെ തിരിച്ചു മടങ്ങുക. പൊങ്കാല ഇടുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പൊങ്കാല നമ്മൾ അരി ഇടുന്ന സമയത്ത് നമ്മൾ പ്രാർത്ഥിക്കും, ഗണപതിയെ പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ മഹാദേവനെ ഓം നമഃശിവായ ജപിക്കാം.
ആറ്റുകാലമ്മയെ ശരണം എന്നൊക്കെ പ്രാർത്ഥിച്ച് നമ്മൾ ചെയ്യണം. എപ്പോഴും നമ്മുടെ മനസ്സിൽ ആറ്റുകാലമ്മ ഓർത്തുകൊണ്ട് വേണം എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട്. ഈ പൊങ്കാല ഇട്ട് കഴിഞ്ഞുള്ള സമയത്ത് നമുക്ക് നാമജപം നടത്താം. അത് ലളിതാ സഹസ്രനാമം, അതുപോലെ തന്നെ ദേവി മഹാത്മ്യം, ഇതെല്ലാം ജപിക്കാം. കൂടാതെ നാരായണീയം ചൊല്ലാം. അങ്ങനെ എല്ലാ രീതിയിലും നമ്മൾ ഭക്തിയോടുകൂടി ഭക്തി നിർഭരമായ ഒരു അന്തരീക്ഷത്തിൽ വേണം ഈ ചടങ്ങ് നിർവഹിക്കുവാനായിട്ട്. പിന്നെ നിശബ്ദത പാലിക്കണം. നമ്മൾ കൂടെ ഒത്തിരി ഇങ്ങനെ സംസാരിക്കുകയോ മറ്റു കാര്യങ്ങളിൽ ഏർപ്പെടുകയോ ഒന്നും ചെയ്യാതെ ഭക്തിയോടെ അർപ്പിക്കുക. പൊങ്കാല ശരിക്കും തിളച്ച് തൂകേണ്ടത് കിഴക്കോട്ട് തൂകുന്നതാണ് ഏറ്റവും ഉത്തമം. അത് നമ്മൾ വീടുകളിലൊക്കെ പാല് കാച്ചുമ്പോഴും നമ്മൾ അത് തന്നെയാണ് ശ്രദ്ധിക്കുന്നത്. കിഴക്കോട്ട് തൂകുന്ന രീതിയിലൊക്കെയാണ് നമ്മൾ ചെയ്യാറ്. അപ്പോൾ കിഴക്കോട്ട് തൂകുന്ന ഏറ്റവും ഉത്തമം. ഇനി അതല്ല, ഏത് ദിശയിൽ തൂകിയാലും അതിനെക്കുറിച്ച് നമ്മൾ വ്യാകുലപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം നമ്മൾ മനസ്സുകൊണ്ട് ദേവിയോട് അടുക്കുക. അപ്പോൾ ദേവി അത് ദോഷങ്ങളെല്ലാം മാറ്റിത്തരും. അപ്പൊ അതൊരു ദോഷമായിട്ടൊന്നും നമ്മൾ കരുതേണ്ട ആവശ്യമില്ല. പിന്നെ നമ്മൾ അടുപ്പ് കത്തിക്കുമ്പോൾ ചിലപ്പോൾ കിഴക്കോട്ടൊന്നും പറ്റിയെന്ന് വരില്ല. ആറ്റുകാലി എന്നാൽ ഭയങ്കര തിരക്കാണ്. അപ്പൊ ആദ്യമൊക്കെ ചെന്നാൽ മാത്രമേ കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് നമുക്ക് പൊങ്കാല ഇടാനൊക്കെ സാധിക്കുകയുള്ളൂ എന്ന് കരുതി നമ്മളിപ്പോൾ ഏത് ദിശയിലേക്ക് തിരിഞ്ഞു നിന്ന് പൊങ്കാല ഇടുന്നതിനും ദോഷമൊന്നുമില്ല. അതൊക്കെ ഇങ്ങനെ പറഞ്ഞ് കൊണ്ടുവരുന്ന കാര്യങ്ങളാണ്. അപ്പൊ അതൊന്നും നമ്മൾ നോക്കണ്ട. എവിടെ കിട്ടുന്നോ അവിടെ നമ്മൾ പൊങ്കാല അർപ്പിക്കുക. ഭക്തിക്കാണ് ഇവിടെ കൂടുതൽ പ്രാധാന്യം. വ്രതശുദ്ധിക്കും ഭക്തിക്കുമാണ് കൂടുതൽ പ്രാധാന്യമുള്ളത്. അത് നമ്മൾ ശ്രദ്ധിക്കുക. പിന്നെ വിറക്, അതിനുപയോഗിക്കുന്ന വിറകുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെങ്ങിന്റെ വിറകുകൾ, ചൂട്ട്, കൊതുമ്പ്, കോഞ്ഞാട്ട, അങ്ങനെയുള്ള സാധനങ്ങളാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. പിന്നെ നമ്മൾ അവിടെ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കണം. കാരണം ഈ തീ പിടിക്കുന്ന സാധനങ്ങൾ, പ്ലാസ്റ്റിക് പോലുള്ള അശുദ്ധിയുള്ള പദാർത്ഥങ്ങളൊന്നും നമ്മൾ അവിടെ കൊണ്ടുപോകരുത്. അതുപോലെ തന്നെ അഗ്നിയാണ് വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു കാര്യം കൂടിയാണ്. അപ്പൊ നമ്മുടെ മുന്നിൽ നിന്ന് പൊങ്കാല ഇടുന്നവർക്കൊന്നും യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകാത്ത രീതിയിൽ നമ്മൾ ശ്രദ്ധിച്ച് വേണം കാര്യങ്ങൾ നടത്തുവാനായിട്ട്. മൺകലം ഉപയോഗിക്കണം എന്നാണ് നിർബന്ധം പറയുന്നത്. എന്താന്ന് വെച്ചാല് പഞ്ചഭൂതാത്മകമായിട്ട് വേണം നമ്മൾ ഈ ചടങ്ങ് നിർവഹിക്കുവാനായിട്ട്. അപ്പൊ മൺകലം, പിന്നെ ജലം, അതുപോലെ തന്നെ അഗ്നി, വായു, ഇതെല്ലാം കൂടെ കൂടി ചേർന്നാണ് നമ്മൾ ഈ ചടങ്ങിൽ അർപ്പിക്കുന്നത്. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ മൺകലം ഉപയോഗിക്കുന്നത്. എന്ന് കരുതി മറ്റ് കലങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ദോഷമൊന്നുമില്ല. നമുക്ക് ചിലര് ഓട്ടുകലത്തിലിടുന്നത് കാണാറുണ്ട്, അല്ലാതെ അലുമിനിയം ഉപയോഗിക്കുന്നവരുണ്ട്. അതൊക്കെ അവരവരുടെ ഇതുപോലെ ചെയ്യാം. പക്ഷെ എപ്പോഴും മനസ്സ് എപ്പോഴും ദേവിയും അർപ്പിക്കേണ്ടതാണ്. അതുപോലെ തന്നെ നേദ്യങ്ങൾക്ക് കൊണ്ടുവരുന്ന അരി, ഉണക്കലരി, അതുപോലെ ശർക്കര, നാളികേരം, ഇതെല്ലാം വീട്ടിൽ നിന്ന് തയ്യാറാക്കി കൊണ്ടുവരരുത്. നമ്മൾ അവിടെ വച്ച് തന്നെ ഇതെല്ലാം വാങ്ങിച്ച് ശുദ്ധമായിട്ട് അവിടെ വച്ച് തന്നെ വേണം കൈകാര്യം ചെയ്യാൻ. ചിലര് തേങ്ങയൊക്കെ ചിരണ്ടിയൊക്കെ കൊണ്ടുവരും. അത് അത്ര ഉത്തമമല്ല. തേങ്ങയൊക്കെ തലേ ദിവസമൊക്കെ ചിരണ്ടി അവിടെ വരുമ്പോഴേക്കും അത് വളരെ ഇതാകും. അപ്പം നേദ്യത്തിലേക്ക് ഇട്ട് കഴിയുമ്പോഴത്തേക്കും ആ നേദ്യം തന്നെ ഒരു സ്വാദ് ഇല്ലാതെ വരും. അപ്പൊ അങ്ങനെയൊന്നും അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം അവിടെ വച്ച് തന്നെ. അതുപോലെ മണ്ടേപ്പുട്ടുണ്ടാക്കുന്നവര്, അതുപോലെ തെരളി ഉണ്ടാക്കുന്നവര്, ഇതെല്ലാം അവിടെ വച്ച് തന്നെ തയ്യാറാക്കുന്നതാണ് ഉത്തമം. പിന്നെ നേദ്യങ്ങൾ പല രീതിയിലുള്ള നേദ്യങ്ങൾ കൊടുക്കാറുണ്ട്. വെള്ള നേദ്യം കൊടുക്കും. അതുപോലെ തന്നെ ശർക്കര പായസമാണ്, ശർക്കര നേദ്യമാണ് ദേവിക്ക് ഏറ്റവും ഇഷ്ടമുള്ള നിവേദ്യം. അപ്പൊ അത് നമ്മൾ ശ്രദ്ധിക്കുക. പിന്നെ പാൽപ്പായസം നേദിക്കാം. പിന്നെ അത് എത്ര പാത്രം വേണമെങ്കിലും നമുക്ക് നേദിക്കാം. അതൊക്കെ നമ്മളുടെ സൗകര്യമാണ്. പിന്നെ അടുപ്പ് കൂട്ടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, 3 ഇഷ്ടിക കൊണ്ടോ, ചുടിഷ്ടികയാണ് ഇതിന് ഉപയോഗിക്കുന്നത്, അത് 3 ഇഷ്ടിക കൊണ്ടോ അല്ലെങ്കിൽ 6 ഇഷ്ടിക കൊണ്ടോ നമുക്ക് അടുപ്പ് കൂട്ടാവുന്നതാണ്. അത് അതിനുപയോഗിക്കുന്ന പാത്രം എല്ലാ കാര്യങ്ങളും വളരെ ശുദ്ധമായിട്ടുള്ളതായിരിക്കണം. യാതൊരു രീതിയിലും അശുദ്ധി കലർന്ന ഒരു ഇതും അവിടെ വരാൻ പാടില്ല. പിന്നെ നമ്മൾ അഗ്നി ഉപയോഗിക്കുമ്പോൾ അത് ശ്രദ്ധിക്കണമല്ലോ. അത് മറ്റുള്ളവർക്കൊന്നും ദോഷം വരാത്ത രീതിയിൽ വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുക. അപ്പൊ ശ്രദ്ധ, ഭക്തി, വ്രതം, ഈ 3 കാര്യങ്ങൾക്കാണ് പൊങ്കാല ഇടുമ്പോൾ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. പൊങ്കാലക്കലത്തില് നിവേദ്യത്തിനായി അരി സമർപ്പിക്കുന്ന സമയത്ത് നമുക്ക് ഓം ഗം ഗണപതയേ നമഃ, സരസ്വതിയേ നമഃ,
ഓം നമ ശിവായ, ആറ്റുകാലമ്മയെ ശരണം എന്ന് ജപിച്ചുകൊണ്ട് വേണം നമ്മൾ ഇതൊക്കെ നിർവഹിക്കാനായിട്ട്. മൂലമന്ത്രങ്ങളൊന്നും നമ്മൾ ജപിക്കണമെന്ന് ഇതില്ല. ഇത് സർവമംഗള മാംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമസ്തുതേ. ആ ഒരു ഇതും കൂടെ സ്തുതിയും കൂടെ, ദേവീ സ്തുതിയും കൂടി നമുക്ക് എപ്പോഴും അവിടെ ഇരുന്ന് ജപിക്കാവുന്നതാണ്. പിന്നെ ലളിതാ സഹസ്രനാമം ജപിക്കാം, ദേവി മഹാത്മ്യം ജപിക്കാം, ദേവീ സ്തുതികള്, ദേവീ കീർത്തനങ്ങള്, അഷ്ടോത്തരം എന്ത് വേണമെങ്കിലും, ദേവിയെക്കുറിച്ചുള്ള എന്ത് വേണമെങ്കിലും നമുക്ക് അവിടെ ഇരുന്ന് ജപിക്കാം. പൊങ്കാല ഇട്ട് കഴിഞ്ഞ് ബാക്കി കിട്ടുന്ന സമയത്ത് മുഴുവനും നമ്മൾ നാമജപത്തിൽ മുഴുകിയിരിക്കുകയാണ് വേണ്ടത്. പിന്നെ നിശബ്ദത ഉണ്ടായിരിക്കണം. ഒച്ച എടുക്കുക അല്ലെങ്കിൽ പരസ്പരം സംസാരിക്കുക അത് കഴിവതും ഒഴിവാക്കേണ്ടതാണ്. അതുപോലെ തന്നെ പൊങ്കാല ഇടുമ്പോൾ പുതിയ വസ്ത്രം വേണമെന്നൊക്കെ പറയും. പുതിയ വസ്ത്രം ഉപയോഗിക്കുന്നതാണ് നല്ലത്. ഇല്ലെങ്കിൽ അലക്കി ശുദ്ധിയുള്ള വസ്ത്രം ഉപയോഗിക്കുക. കഴിവതും പൊതുജനങ്ങൾ കാണുമ്പോൾ തന്നെ ഒരു ഇത് തോന്നാത്ത രീതിയിലുള്ള ഒരു ഡ്രസ് കോഡാണ് ഏറ്റവും നല്ലത്. അല്ലാതെ നമുക്ക് അവിടെ കൂടുതൽ ഫാഷൻ അങ്ങനെയൊന്നും ആവശ്യമില്ല എന്നാണ് എൻ്റെയൊക്കെ ഒരു തോന്നൽ. കാരണം ഭക്തിക്കും ആണല്ലോ കൂടുതൽ പ്രാധാന്യം. അപ്പം നമ്മൾ അതിലേക്ക് കൂടുതൽ ശ്രദ്ധിക്കുക. മനസ്സ് ശ്രദ്ധയോടും ഭക്തിയോടും കൂടി മനസ്സ് അർപ്പിക്കുക. അതുപോലെ തന്നെ പൊങ്കാല കലം ഭക്തന്റെ ശരീരവും അതിലെ നിവേദ്യം മനസ്സുമാണ്. അപ്പം നമ്മൾ ഒരേ സമയം ശരീരവും മനസ്സും ദേവിയിൽ അർപ്പിക്കുന്നു. അതാണ് ഇവിടെ പ്രധാനം. പിന്നെ നമ്മൾ കാപ്പുകെട്ട് മുതലാണ് നമ്മൾ ഇത് ആരംഭിക്കുന്നത്. കാപ്പ് കെട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൊടുങ്ങല്ലൂരമ്മയെ സ്വീകരിക്കാനായിട്ട് തയ്യാറായിരിക്കുകയാണ്. അപ്പൊ ആ തയ്യാറായിരുന്ന തോറ്റംപാട്ട് പാടുന്ന സമയം, ആ തോറ്റംപാട്ട് പാടുന്നതിലെ പ്രധാനിയെ നമ്മൾ ആശാൻ എന്ന് പറയും. അപ്പൊ ആ ആശാൻ ഇങ്ങനെ പാട്ട് പാടുന്നതിനിടയിൽ കണ്ണടച്ച് 2 കണ്ണും മാറി മാറി അടച്ച് ദേവിയെ കാണും. ആ കാണുന്ന സമയം, പ്രകാശം വരുന്ന സമയം കൊടുങ്ങല്ലൂരമ്മ പ്രത്യക്ഷമായി എന്നുള്ള ഒരു ഇതോടുകൂടിയാണ് ഇവിടെ ചടങ്ങ് ആരംഭിക്കുന്നത്. അതിനുശേഷം 3-ാം തീയതി പൊങ്കാല തുടങ്ങുന്നത് രാവിലെ 9:45-നാണ്. അപ്പൊ അതിന് മുൻപായിട്ട്, പൊങ്കാലയ്ക്ക് മുമ്പായിട്ട് നമുക്ക് ക്ഷേത്ര ദർശനം നടത്താം. പൊങ്കാല ഇട്ട് കഴിഞ്ഞ ഉടനെ ക്ഷേത്രത്തിൽ പോകേണ്ട ആവശ്യമില്ല. പൊങ്കാലയ്ക്ക് പോകണമെന്ന് വിചാരിച്ചിട്ട് പോകാൻ സാധിക്കാത്തവർക്ക് നമുക്ക് വീട്ടിൽ പൊങ്കാല ഇടാം. അതുപോലെ പൊങ്കാല ദേവിയുമായിട്ട് ബന്ധപ്പെട്ട്, ഗ്രഹനിലയിൽ ദേവി ആയിട്ട് ബന്ധപ്പെട്ട് വരുന്ന നക്ഷത്രക്കാര്, ഉദാഹരണമായിട്ട് ഭരണി നക്ഷത്രം ദേവിയുടെയാണ്. അതുപോലെ തൃക്കേട്ട നക്ഷത്രം, അനിഴം നക്ഷത്രം, അശ്വതി നക്ഷത്രം, എല്ലാം മേടക്കൂറുകാരും വൃശ്ചികക്കൂറുകാരുമായിട്ടുള്ള ആളുകൾക്ക് കൂടുതലും ദേവീപ്രീതിക്കായിട്ട് പൊങ്കാല ഇടാം. ഇന്ന് എല്ലാ ദേവീക്ഷേത്രങ്ങളിലും പൊങ്കാല സമർപ്പിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ ആറ്റുകാൽ പൊങ്കാലയ്ക്കാണ് കൂടുതൽ പ്രാധാന്യം. വിദേശത്തു നിന്ന് പോലും ആളുകൾ പൊങ്കാലയ്ക്ക് എത്തുന്നു. വളരെ തിരക്കുള്ള ഒരു സ്ഥലമാണ്. അതുകൊണ്ട് ആരോഗ്യവും കൂടി നോക്കിയിട്ട് വേണം ഇതിലൊക്കെ പങ്കെടുക്കാനായിട്ട്. നമ്മൾ നല്ല ചൂടുള്ള സമയമാണ്. അതുപോലെ തന്നെ അഗ്നിയും നല്ല ചൂടുള്ള സമയത്ത് അഗ്നിയുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പൊ ആ സമയമൊക്കെ നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യേണ്ടതാണ്. പിന്നെ ഏത് നക്ഷത്രക്കാർക്ക് വേണമെങ്കിലും പൊങ്കാല ഇടാൻ കുഴപ്പമില്ല. അഭിഷ്ടസിദ്ധിയാണ് ശരിക്കും ഇതിന്റെ ഫലം. അതുപോലെ തന്നെ നമ്മുടെ വീടിന് ഐശ്വര്യം ഉണ്ടാകാനും അഷ്ടൈശ്വര്യദായകമാണ് ശരിക്കും പൊങ്കാല ഇടുന്നത്. അപ്പൊ അതിന് നമുക്ക് ബുദ്ധിമുട്ട് തോന്നുക, മാനസികമായിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ നമ്മുടെ കുടുംബത്തിൽ തോന്നിക്കഴിഞ്ഞാൽ നമുക്ക്, അതുപോലെ തന്നെ നമ്മുടെ സന്താനങ്ങൾക്ക് നല്ലതിനായിട്ട്, വിവാഹത്തിനായിട്ട്, അല്ലെങ്കിൽ ജോലി ലഭിക്കുന്നതിനായിട്ട്, അങ്ങനെ ഓരോ ആവശ്യങ്ങൾ മുന്നിട്ട് നമ്മൾ സമർപ്പിക്കുന്നതാണ് പൊങ്കാല. അപ്പൊ അങ്ങനെ പ്രത്യേകമായ ആവശ്യങ്ങൾ നമ്മൾ പ്രത്യേകമായിട്ട് വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് മനസ്സുകൊണ്ട് ദേവിയിൽ അർപ്പിക്കുക. നമ്മൾ അമ്മയോട് പറയുന്നത് പോലെ ദേവിയോട് നമുക്ക് നമ്മുടെ ആവശ്യങ്ങളെല്ലാം അറിയിക്കാം. അപ്പൊ ദേവി അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ വിഷമങ്ങളെല്ലാം ദേവി മാറ്റിത്തരും. ദേവിക്ക് വേണ്ടത് നമ്മുടെ മനസ്സ് മാത്രമാണ്. ആ മനസ്സ് നല്ലതുപോലെ അർപ്പിക്കുക. പ്രാവശ്യം ആറ്റുകാൽ പൊങ്കാല ഇടാൻ പോകുന്നവരും അതുപോലെ തന്നെ പോകാൻ കഴിയാത്തവര്, മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ
അതെല്ലാം ദേവിയിൽ സമർപ്പിച്ച് നമ്മുടെ ആവശ്യങ്ങൾ, എന്ത് ആവശ്യങ്ങളാണ് നമുക്കുള്ളതെന്ന് വെച്ചാൽ അത് ഒരു അമ്മയോട് പറയുന്നത് പോലെ ദേവിയോട് പറഞ്ഞ് വീട്ടിലിരുന്ന് നാമജപം നടത്തുക, ദേവിയെ സ്മരിക്കുക. ശ്രവണം, കീർത്തനം, സ്മരണം, അതുപോലെ തന്നെ പാദസേവനം, അർച്ചനം, വന്ദനം, ദാസ്യം, സഖ്യം, ആത്മനിവേദനം. ഈ 9 കാര്യങ്ങളിലൂടെയാണ് നമ്മൾക്ക് ഭക്തി ഉണ്ടാകുന്നത് തന്നെ. അപ്പൊ ആ ഭക്തിയുടെ മാർഗത്തിൽ കൂടെ മാത്രം സഞ്ചരിച്ച് ദേവിയിൽ ഇതെല്ലാം അർപ്പിക്കുക. മനസ്സർപ്പിച്ചാൽ തന്നെ ദേവി അതിൻ്റെ അനുഗ്രഹം തരുന്നതാണ്. അപ്പൊ എല്ലാ ഭക്തർക്കും ഈ വർഷത്തെ പൊങ്കാലയിൽ പങ്കെടുക്കാൻ സാധിക്കുന്നവർക്കും അല്ലാത്തവർക്കും ഓരോ ഭക്തർക്കും അവർക്ക് ദേവിയുടെ, ആറ്റുകാലമ്മയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ അമ്മ നമ്മളെ ഒരിക്കലും കൈവിടില്ല എന്ന ഉറച്ച വിശ്വാസത്തോടു കൂടി പൊങ്കാലയിൽ പങ്കെടുക്കുക. എല്ലാവർക്കും നന്മ വരട്ടെ എന്ന് ആശംസിക്കുന്നു. ആറ്റുകാലമ്മയെ ശരണം.